അപ്പം നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ചില സ്ഥലത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് പ്രൊഡക്ട്സ് ആകുമ്പോൾ അവരത് അത്യാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ എടുക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒരു ഷോപ്പിൽ പോയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇപ്പം ഞങ്ങൾ ഡയറക്റ്റ്ലി പോയിട്ടായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെ നേരിട്ട് പോയിട്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് പ്രൊഡക്ട്സാണ്. ബാക്കിയുള്ള ഇതുപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പം നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ എന്നുള്ള രീതിയിൽ സാമ്പിൾ രീതിയിലായിരുന്നു നമ്മൾ ആദ്യം മാർക്കറ്റ് ചെയ്തിരുന്നത്. കാരണം പുതിയൊരു പ്രൊഡക്റ്റാണ്, പുതിയൊരു ബ്രാൻഡാണ്, അപ്പോൾ ആളുകൾ ഉപയോഗിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ അവർ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇനി എടുത്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഫസ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പിന്നെ പരിചയത്തിലുള്ള റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സ് ത്രൂ ആണ് ഇനീഷ്യൽ മാർക്കറ്റിംഗ് എല്ലാം ഞങ്ങൾ ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ അവരുടെ ഒരു പ്രതികരണം എങ്ങനെ ഉണ്ടായിരുന്നു? ചിലർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറയും, ഇപ്പം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ആ ഒരു ഇതില്ല, സ്മെല്ല് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യും. അപ്പോൾ അത് അനുസരിച്ച് ഞങ്ങളൊരിപ്പം ഇനീഷ്യലി ട്രെയിനിങ് എടുത്ത പോലെയല്ല, ഒരു 10-15 തവണയൊക്കെ ഞങ്ങൾക്ക് മാറ്റിയും മിക്സൊക്കെ മാറ്റി എങ്ങനെയാണെന്ന് ഞങ്ങളുടേതായ രീതിയിൽ പരീക്ഷിച്ച് നോക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പം കാണുന്ന ആ ഒരു ഇതിൽ ഞങ്ങൾ ഫൈനലൈസ് ആയത്. നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കുറേ പേർക്ക് ഒരു ധാരണയുണ്ട് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വർഷയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ നിങ്ങളൊരു വാടക വീട്ടിൽ ഒരു മുറിയിൽ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ എമൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരുപാട് കാശ് മുടക്കിയിട്ട് നമുക്ക് എന്തായാലും ബിസിനസ് തുടങ്ങണ്ട എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി, മിനിമം ഒരു റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി എത്രയാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഞങ്ങളുടേതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അപ്പം ഒരു 2 ലക്ഷത്തിൻ്റെ മുദ്രാ ലോൺ എടുത്തിട്ടാണ് 3V's എന്നുള്ള ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. ഒരുപാട് വലിയ മെഷീനറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തുടക്കത്തിൽ ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടില്ല. ഞങ്ങളുടേതായ രീതിയിൽ ഏറ്റവും മിനിമം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. മാർക്കറ്റ് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, നമ്മൾ പുതിയതായി ഇറങ്ങുന്നതാണ് ഒരു ഏരിയയിലേക്ക്. തുടങ്ങിയത് ഏറ്റവും മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു 5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2.5 കോടിയുടെ ടേൺ ഓവർ 3V'siനുണ്ട്. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആണ്. തുടക്കത്തിൽ തന്നെ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ഈ ഒരു സംരംഭം തുടങ്ങാം, ഓട്ടോമാറ്റിക് മെഷീൻസിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ഒന്നും സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വലുതായി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ചെറിയ രീതിയിലാണ് ഞങ്ങൾ തുടങ്ങിയത്, പതുക്കെ പതുക്കെ പ്ലാൻ ചെയ്ത് എത്തുന്ന പോലെ അങ്ങനെയാണ്, ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ യാത്ര. ഓക്കെ, അപ്പോൾ നമ്മൾ കായത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 30 above ഐറ്റംസ് പ്രൊഡക്ട്സ് ഉണ്ട് നിങ്ങളുടെ കീഴിൽ. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു, നമ്മൾ ഓരോ സെക്ഷൻ വൈസ് ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇനീഷ്യലി തുടങ്ങിയത് കായം എന്നുള്ളൊരു പ്രൊഡക്റ്റാണ്. കായം തന്നെ കട്ട, അതാണ് ഞങ്ങൾ കേക്ക് ഫോമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു 6 months കഴിഞ്ഞപ്പം കായം പൗഡർ ഫോമിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് പതിയെ മാർക്കറ്റിൽ 3V's എന്നുള്ളൊരു ബ്രാൻഡ് പതുക്കെ ക്ലിക്കാവാൻ തുടങ്ങിയപ്പം നമ്മൾ കറി പൗഡേഴ്സ് ഏരിയയിലേക്കും മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പല പ്രൊഡക്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടോട്ടലി നമുക്കിപ്പോൾ ഒരു 30+ പ്രൊഡക്ട്സ് ഉണ്ട്, പല റേഞ്ചിലായിട്ട്. കായമുണ്ട്, കറി പൗഡേഴ്സായിട്ടൊരു 10-20 പ്രൊഡക്ട്സ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ട്, പിന്നെ ഡീഹൈഡ്രേറ്റഡ് ബനാന ഫിഗ് ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്, നമ്മുടെ ഇൻസ്പയറിൻ്റെ പ്രേക്ഷകരാണെങ്കിലും അതിൽ മെജോറിറ്റി ആൾക്കാരും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അതായത് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഓൾറെഡി സക്സസ് ആയിട്ടുള്ള ഒരാളാണ്, ഈ ഫീൽഡിൽ ജയിച്ച ഒരാളാണ് വർഷ. അപ്പോൾ വർഷയ്ക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം തുടങ്ങുന്നതാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരുപക്ഷെ കാര്യങ്ങൾ പോയിക്കൊള്ളണം എന്നില്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ പ്ലാൻ എ അല്ലെങ്കിൽ പ്ലാൻ ബി എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു ഗോളിലേക്ക് എത്തുക എന്നുള്ളതാണ്. പേഷ്യൻ്റ് ആയിരിക്കുക, നമ്മൾ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്തായാലും ഫൈനലി കിട്ടും. പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ കാര്യമാകുമ്പോൾ ഇനീഷ്യൽ 1 to 2 years എന്തായാലും നമുക്ക് സ്ട്രഗിളിങ് തന്നെ ആയിരിക്കും. പക്ഷേ ആ ഒരു ഫസ്റ്റ് 5 yearsന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് പ്രോപ്പറായി കിട്ടി തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പേഷ്യൻ്റായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പുതിയതായി ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും. ഓക്കെ, നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ടും പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ടല്ലേ? അപ്പോൾ മാർക്കറ്റിലാണോ കൂടുതൽ, ഓൺലൈനിലാണോ ഈ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുതൽ? ഏതിനാണ്? ഞങ്ങൾക്കിപ്പം ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓൺലൈനായിട്ടും അത്യാവശ്യം സെയിൽ വരുന്നുണ്ട്, പക്ഷേ അവിടെ പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻസും കാര്യങ്ങളൊക്കെ വേണം, എങ്കിൽ മാത്രമേ ഓൺലൈനായിട്ടുള്ള
അവിടെ ഒരു പ്രോപ്പറായിട്ട് ഇതാവുള്ളൂ. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓൺലൈനായിട്ടും പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മളുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്.